ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത് അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 കൈയിലോളം ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ശർക്കരയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എൻ്റെ കയ്യിൽ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാനിത് പഞ്ചസാര ഉണ്ട് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇതാ കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതായത് ഈ ഒരു രീതിക്കാണ് ഞാൻ അരിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് എള്ള് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പഴം കുനുകുനാന്ന് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടാനായിട്ടാണ് ഇതിങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാക്കൊണ്ട് ഇവിടെ ഇതുപോലത്തെ ചെറിയ ബൗളിലാണ് കേട്ടോ ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ ഇതിൽ എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഈ മാവ് ഇതിലേക്ക് ഓരോ കയ്യിൽ വീതം പാർന്ന് കൊടുക്കുന്നുണ്ട്. ഇതിന് നെറുവിലേക്ക് ഇതാക്കണം കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുപ്പത്തൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇഡ്ഡലി പാത്രത്തിലുള്ള ഈ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ മാവ് വെച്ച പാത്രം അതിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇതാക്കണം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.